എൻഡോസൾഫാൻ നിർമ്മാതാക്കളായ എക്സൈൽ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധി രാജു ഷ്രോഫാണ് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത്. എൻഡോസൾഫാൻ വിരുദ്ധ സമരസംഘടനകൾ പ്രദേശത്തെ അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാരെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയാണ് എന്നാണ് പരാതി. 2012 മാർച്ച് 26-നാണ് കമ്പനി പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത്. എൻഡോസൾഫാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സംഘടനകൾ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതിയിലുണ്ട്. ആരോഗ്യനീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നടത്താൻ ഡോക്ടർമാരെ സമരസംഘടനകൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസ്താവന ഉദ്ധരിച്ചാണ് കമ്പനി ഈ ആരോപണം ഉന്നയിച്ചത്. എൻഡോസൾഫാൻ വിരുദ്ധ സമരസംഘടനകൾ ദേശീയ വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്ന കമ്പനിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. സിവിൽ വ്യോമയാന നിയമത്തിന്റെ വ്യോമയാന വകുപ്പിന്റെ അനുമതി കൂടാതെ ആകാശത്തുനിന്ന് വിഷം തെളിച്ചത് 26 കൊല്ലക്കാലം. അതുകൊണ്ട് പുഴുക്കളെ പോലെ പടഞ്ഞു മരിക്കാനിടയായി, ദുരിതം അനുഭവിക്കാനിടയായി. അവരുടെ കാര്യത്തിൽ ഇടപെടണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാം കുഴപ്പക്കാരാണ്, രാജ്യദ്രോഹികളാണ് എന്ന് പറയേണ്ടത് ഇവരുടെ ആവശ്യമാണ്, ഈ കമ്പനികളുടെ. കാരണം ഇവരെത്രയോ കാലമായി ഈ വിഷം വിറ്റ് കാശുണ്ടാക്കുന്നു. KGMOയുടെ പ്രസ്താവനയുടെ പേരിൽ എൻഡോസൾഫാൻ നിർമ്മാതാക്കൾ സമരസംഘടനകൾക്കെതിരെ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.